യേശു ക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിൽ പ്രമുഖനും ഭാരതത്തിൻ്റെ അപ്പസ്തോലനുമായ വിശുദ്ധ തോമസ് സ്ലീഹായെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ബൈബിൾ പുതിയ നിയമത്തിൽ തോമസ് സ്ലീഹായെക്കുറിച്ച് വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. തോമസ് എന്ന പേരിൻ്റെ അർത്ഥം ഇരട്ട എന്നാണ്. ബൈബിളിൽ അദ്ദേഹത്തെ ദീദീമോസ് എന്നും വിളിക്കുന്നു. യേശുവിനോടുള്ള തീക്ഷ്ണമായ സ്നേഹവും വിശ്വസ്തതയും പ്രകടിപ്പിച്ച ഒരു ശിഷ്യനായിരുന്നു അദ്ദേഹം. യേശു ക്രിസ്തു യഹൂദിയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ അപകടങ്ങൾ മുന്നിൽ കണ്ടിട്ടും അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം എന്ന് മറ്റ് ശിഷ്യരെ ധൈര്യപ്പെടുത്തിയത് തോമസ് സ്ലീഹ ആയിരുന്നു. യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം യേശുവിനെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടാതെ ഞാൻ വിശ്വസിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ പിന്നീട് യേശുവിനെ നേരിൽ കണ്ടപ്പോൾ തൻ്റെ സംശയങ്ങളെല്ലാം മാറി എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് അദ്ദേഹം ഏറ്റുപറഞ്ഞു. ബൈബിളിലെ ഏറ്റവും ശക്തമായ വിശ്വാസ പ്രഖ്യാപനങ്ങളിൽ ഒന്നാണിത്. അതുകൊണ്ട് തന്നെ സംശയക്കാരനായ തോമസ് എന്നൊരു വിളിപ്പേര് കൂടി അദ്ദേഹത്തിനുണ്ട്. എന്നാൽ ആ സംശയം പിന്നെ അദ്ദേഹത്തെ ശക്തനായ ഒരു പ്രഘോഷിതനാക്കി മാറ്റി. യേശുവിൻ്റെ കൽപ്പനയനുസരിച്ച് സുവിശേഷം പ്രസംഗിക്കാൻ AD 52 അദ്ദേഹം കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ എത്തിച്ചേർന്നു. ഇവിടെ അദ്ദേഹം 7 പള്ളികൾ സ്ഥാപിക്കുകയും സ്നേഹത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുകയും ചെയ്തു. പിന്നീട് തമിഴ്നാട്ടിലെ ചെന്നൈയിൽ വെച്ചാണ് അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചത്. അറിവിനായുള്ള സംശയങ്ങളും സത്യം ബോധ്യപ്പെട്ടാൽ അതിനുവേണ്ടി ജീവിക്കാനുമുള്ള ആർജവും തോമസ് സ്ലീഹായുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു.